വിശദമായി നോക്കാം. കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ അതിർത്തികളിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി കർണാടക. വയനാട്ടിലെ ബാവലി, കുട്ട അതിർത്തികളിലാണ് പരിശോധന ശക്തമാക്കിയത്. കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ താപനില പരിശോധിച്ചാണ് അതിർത്തി കടത്തിവിടുന്നത്. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വ്യാപകമായതോടെയാണ് കേരളവുമായി അതിർത്തി പങ്കിടുന്ന ചെക്ക് പോസ്റ്റുകളിൽ കർണാടക ആരോഗ്യവകുപ്പ് പരിശോധന കർശനമാക്കിയത്. ഡോക്ടർ അടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തുന്നത്. ബസ്സുകൾ ഉൾപ്പെടെ മുഴുവൻ വാഹനങ്ങളും തടഞ്ഞു നിർത്തിയാണ് പരിശോധന. ഉയർന്ന ടെമ്പറേച്ചർ രേഖപ്പെടുത്തുന്നവരെ മടക്കി അയക്കും. അല്ലാത്തവരെ പരിശോധനകൾക്ക് ശേഷം കടത്തിവിടും. ശാരീരിക ഊഷ്മാവ് ഉയർന്നിട്ടും യാത്ര ചെയ്യേണ്ടവർക്ക് ആശുപത്രിയിലെ പരിശോധനയ്ക്ക് ശേഷം കോവിഡ് ഇല്ലെങ്കിൽ യാത്ര തുടരാം. കോവിഡ് സ്ഥിരീകരിച്ചാൽ കർണാടകയിൽ ക്വാറന്റീനിൽ കഴിയണം. First of all, SARI and ILA, because SARI means acute respiratory tract infection and influenza illness syndrome. Nothing but cough, cold, fever. You just avoid the journey. ഇന്നലെ വൈകുന്നേരം മുതലാണ് പരിശോധന ആരംഭിച്ചത്. കണ്ണൂരിലെ ഇരിട്ടി, മാങ്കൂട്ടം അതിർത്തിയിലും പരിശോധന ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 വയനാട്. തിരുവനന്തപുരം ചിറയൻകീഴ് അമ്മ ഭിന്നശേഷിക്കാരിയായ മകളെ കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തി. ചിറയൻകീഴ് സ്വദേശി 8 വയസ്സുകാരി അനുഷ്കയാണ് മരിച്ചത്. ഈ മാസം 19 മുതൽ യുവതിയെയും മകളെയും കാണാനില്ലായിരുന്നു. ഇന്ന് രാവിലെ കുട്ടിയുടെ മാതാവ് മിനി തന്നെയാണ് ചിറയൻകീഴ് പോലീസിൽ കീഴടങ്ങിയ ശേഷം മകളെ കിണറ്റിൽ തള്ളിയിട്ട വിവരം പോലീസിനോട് പറഞ്ഞത്. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് കിണറ്റിലിട്ടതെന്ന് അമ്മയുടെ മൊഴി. കാടിറങ്ങുന്ന വന്യത. എറണാകുളം മാമലക്കണ്ടത്തിന് സമീപം കാട്ടാനയും കുട്ടിയും കിണറ്റിൽ വീണു. സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിലാണ് വീണത്. മാമലക്കണ്ടത്തിന് സമീപം എളംപ്ലാശ്ശേരി അഞ്ചുകുടിയിലാണ് അമ്മയാനയും കുട്ടിയാനയും കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയാകാം ഇവ കിണറ്റിൽ അകപ്പെട്ടതെന്നാണ് സംശയം. പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ആനക്കൂട്ടം തമ്പടിച്ചിരുന്നു. ഇക്കൂട്ടത്തിൽപ്പെട്ട ആനകളാകാം കിണറ്റിൽ അകപ്പെട്ടതെന്നാണ് നിഗമനം. ബഹളം കേട്ട് കോളനിവാസികളിൽ ചിലർ പരിശോധന നടത്തിയപ്പോഴാണ് ആനകളെ കിണറ്റിൽ കണ്ടെത്തിയത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം സ്ഥലത്തെത്തി. തുടർന്ന് മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്താൽ കാട്ടാനകളെ കിണറ്റിൽ നിന്നും രക്ഷിച്ചു. ന്യൂസ് 18 മാമലക്കണ്ടം. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ കോതമംഗലം കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ ചെങ്കരയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ കാട്ടുപന്നി വീണു. ജനവാസ മേഖലയായ കല്ലാനിക്കൽപ്പടിയിൽ തൊണ്ടുങ്കൽ സൂസൻ ബേബിയുടെ കിണറ്റിലാണ് കാട്ടുപന്നി വീണത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പും പഞ്ചായത്ത് പ്രസിഡന്റും സ്ഥലത്തെത്തി പന്നിയെ വെടിവെക്കാനുള്ള നടപടി സ്വീകരിക്കുകയായിരുന്നു. സമയം കിട്ടിയില്ല. അപ്പത്തേക്കും രാത്രികാലങ്ങളിൽ ഇറങ്ങിയിരുന്ന വന്യമൃഗങ്ങൾ ഇപ്പോൾ പകൽ സമയത്തും നാട്ടിലിറങ്ങി നാശം വിതയ്ക്കുന്നത് പതിവായിരിക്കുകയാണെന്ന് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു. കോഴിക്കോട് വിലങ്ങാട് കാട്ടാന ശല്യത്തെ തുടർന്ന് ഫെൻസിംഗ് ലൈനുകൾ സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് MLAയും DFOയും. ഒരാഴ്ചയിൽ അധികമായി കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ച മലയങ്ങാട്, ചക്കരക്കുണ്ട്, പാലൂര് ഭാഗങ്ങളിൽ EK വിജയൻ MLAയുടെ നേതൃത്വത്തിൽ DFOയും സംഘവും സന്ദർശിച്ചു. കണ്ണവം വനത്തിൽ നിന്ന് കോഴിക്കോട് ജില്ലാ അതിർത്തി പ്രദേശങ്ങളിൽ 2 കുട്ടിയാനകൾ ഉൾപ്പെടെ 10ഓളം വരുന്ന ആനക്കൂട്ടമാണ് ദിവസങ്ങളായി നാശം വരുത്തുന്നത്. ആനക്കൂട്ടം പുഴ കടന്ന് ജനവാസ കേന്ദ്രങ്ങളിലെത്തി കൃഷി നശിപ്പിക്കുന്നതിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനം. DFO അടക്കമുള്ള ഉദ്യോഗസ്ഥർ ചക്കരക്കുണ്ട് ഭാഗങ്ങളിൽ സന്ദർശനം നടത്തവേ വനാതിർത്തിയിൽ ആനകൾ നാശം വരുത്തി.
ഏക്കർ കണക്കിന് കൃഷിയിടത്തിലെ തെങ്ങ്, റബ്ബർ, കവുങ്ങ് തുടങ്ങിയ കൃഷികളാണ് ഇല്ലാതാക്കിയത്. പ്രദേശത്ത് വന്യമൃഗങ്ങൾ കൃഷിയിടത്തിൽ ഇറങ്ങാതിരിക്കാനുള്ള സോളാർ കമ്പിവേലികളോ കിടങ്ങുകളോ ഇല്ല. കാട്ടാനകൾ വനത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴികൾ പരിസരവാസികൾ നേരിട്ട് കാണിച്ചതോടെ പലൂർ ഭാഗത്ത് 2.5 കിലോമീറ്റർ ദൂരത്തും ചക്കരക്കുണ്ട് ഭാഗത്ത് ഏകദേശം 1 കിലോമീറ്റർ ഭാഗത്തും ഫെൻസിംഗ് ലൈൻ സ്ഥാപിക്കാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകി. 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഉള്ള സ്ഥലത്ത് ഫെൻസിംഗ് ഇല്ലാത്ത ഒരു ഭാഗം നമ്മൾ കണ്ടെത്തുകയുണ്ടായി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ആ ഫെൻസിംഗ് ഇല്ലാത്ത ഭാഗത്ത് കൂടി ഉടനായിട്ട് തന്നെ ഫെൻസിങ് എസ്റ്റിമേറ്റ് എടുത്ത് പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് സാറിൻ്റെ നിർദ്ദേശം. അതനുസരിച്ചുള്ള നടപടികൾ ഊർജിതമായിട്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ സ്വീകരിക്കുന്നതായിരിക്കും. പകലും ആനകൾ തമ്പടിക്കുന്നതോടെ ജനങ്ങളുടെ ജീവിതം താറുമാറായ സ്ഥിതിയിലാണ്. ന്യൂസ് 18 വിലങ്ങാട്. കോഴിക്കോട് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ മുക്കം ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ ഉണ്ടായ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമുള്ള നരഹത്യയ്ക്ക് കേസെടുത്തു. കോടഞ്ചേരി മൈക്കാവ് സ്വദേശി ജിൻസൺ ജോണിനെതിരെയാണ് കേസ്. മദ്യലഹരിയിൽ കാർ ഓടിച്ചതാണ് അപകട കാരണം. അപകടത്തിൽ പാലക്കാട് സ്വദേശി പുല്ലാനിക്കാട് ഷിജിനാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സ്ത്രീ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. ഇരുവരും ബൈക്ക് യാത്രികരായിരുന്നു. ഇടുക്കി കുമിളി ചെങ്കരയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. ചെങ്കര പുല്ലുമേട് റോഡിലാണ് അപകടമുണ്ടായത്. ഡ്രൈവർ ഉൾപ്പെടെ 26 പേർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റുള്ളവരെ ചെങ്കര, കുമളി ആശുപത്രികളിലും എത്തിച്ച് ചികിത്സ നൽകി. നാട്ടുകാരും കുമളി വണ്ടിപ്പെരിയാർ പോലീസ് സംഘവും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ഇടുക്കി മൂലമറ്റത്ത് മാതാപിതാക്കളെ വെട്ടിക്കൊലപ്പെടുത്തിയ മകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മൂലമറ്റം ചേറാടി കീരിയാനിക്കൽ അജേഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന് സമീപത്തെ നച്ചാർ പുഴയിലെ കുറുങ്കയം ഭാഗത്താണ് മൃതദേഹം കണ്ടെത്തിയത്. മാതാപിതാക്കളായ കുമാരനെയും തങ്കമ്മയെയും കൊലപ്പെടുത്തിയ ശേഷമാണ് അജേഷ് ജീവനൊടുക്കിയത് എന്നാണ് നിഗമനം. കാസർഗോഡ് മയക്കുമരുന്ന് കേസിലെ പ്രതിയെ അതിസാഹസികമായി പിടികൂടി. കാഞ്ഞങ്ങാട്ടാണ് സംഭവം. കാപ്പ കേസിലെ പ്രതി ഞാണിക്കടവിലെ ഇർഷാദിനെ നടു റോഡിൽ വാഹനം കുറുകെയിട്ട് സാഹസികമായാണ് പോലീസ് പിടികൂടിയത്. മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായതിനെ തുടർന്ന് കാപ്പ ചുമത്തി ജയിലിലായിരുന്നു ഇർഷാദ്. 6 മാസം മുൻപാണ് പുറത്തിറങ്ങിയത്. ഇതിനുശേഷം ഡിവൈഎസ്പി ഇടപെട്ട് ഇയാൾക്ക് കാഞ്ഞങ്ങാട്ടെ കടയിൽ ജോലി തരപ്പെടുത്തി നൽകി. ഇനി മയക്കുമരുന്ന് ഇടപാട് നടത്തില്ലെന്ന് ഇർഷാദ് പോലീസിന് ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ അടുത്തിടെ ഇർഷാദ് വീണ്ടും മയക്കുമരുന്ന് കടത്ത് തുടങ്ങി. ഈ വിവരം പോലീസിന് ലഭിച്ചു. തുടർന്ന് ആഴ്ചകളായി പ്രതി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. ഇതിനിടെ മയക്കുമരുന്ന് കൊണ്ടുവരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു. തുടർന്നാണ് നടപടി. പോലീസിനെ കണ്ട് വാഹനത്തിൽ നിന്നും ഇറങ്ങിയോടിയ ഇർഷാദിനെ പിന്തുടർന്നാണ് പിടികൂടിയത്. 4 പാക്കറ്റ് MDMA പ്രതി വിഴുങ്ങുകയും അക്രമാസക്തനാകുകയും ചെയ്തെങ്കിലും പോലീസ് സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. പ്രതിക്കെതിരെ ഹോസ്ദുർഗ്, പയ്യന്നൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ നിലവിലുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. പട്ടാമ്പിയിൽ മത്സ്യ മാർക്കറ്റിൽ പരിശോധന. പഴകിയ മീൻ പിടികൂടി. നഗരസഭാ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. മത്സ്യ ഹോൾസെയിൽ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ 36 സാമ്പിളുകൾ മൊബൈൽ ടെസ്റ്റിംഗ് ലാബിൽ പരിശോധിച്ചു. 100 കിലോ പഴകിയ ചൂരമീനും പിടിച്ചു. പട്ടാമ്പി ടൗണിലെ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടി. പുലർച്ചെ 4 മണി മുതലാണ് പരിശോധന ആരംഭിച്ചത്. ഇടവേള. നിളപോലൊഴുകുന്ന നാട്ടുവിശേഷങ്ങൾ നിങ്ങളിലെത്തിക്കാൻ ഏലമലക്കാടുകളും തേയിലത്തോട്ടങ്ങളും വാർത്തകൾ ചുരമിറങ്ങിയാലും എറണാകുളത്തിന്റെ കിഴക്കൻ മേഖലകൾ, മലയാളം പറയുന്ന നാഞ്ചിരാനിന്റെ വിശേഷങ്ങളും, സപ്തഭാഷ സംഗമഭൂമി, തേജസ്വിനിയുടെ തീരം, പള്ളിയോടങ്ങട നാട്, കഥകളി പിറന്ന നാട്, ഗുരുവായൂർ ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, ഭാഷാപിതാവിന്റെ നാട്ടിൽ, ചെങ്കോട്ട പിന്നിട്ട് പുളിയറ കഴിഞ്ഞാൽ കേരളമായി. കേരളത്തിന് വെളിച്ചം പകരുന്ന സ്വന്തം അണക്കെട്ട്, കടലും തിരയും കഥ പറയുന്ന വർക്കല, കളരിയുടെ മണ്ണ്.
തൊടുപുഴ ഇപ്പോൾ സിനിമാക്കാരുടെ ഭാഗ്യ ലൊക്കേഷനാണ്. കേരളത്തിന്റെ സ്വന്തം വയനാട്, കേരളത്തിന്റെ കശ്മീരിൽ നിന്ന് മലയോര കർഷകന്റെ പുണ്യഭൂമി. മഞ്ചേശ്വരം മുതൽ കളിയിക്കാവിള വരെ കേരളത്തിന്റെ ഓരോ വാർത്താ സ്പന്ദനവും. ഞാൻ കെ വി ബൈജു. ഓരോ മലയാളിയും റിപ്പോർട്ടർമാരാകുന്ന വാർത്താനുഭവം. വലിപ്പ ചെറുപ്പമില്ലാത്ത സകലമാന വാർത്തകളുടെ അരമണിക്കൂർ. സകലമാന കേരളം. കളിപ്പാട്ടങ്ങൾ നിത്യം തിരികെ നാട്ടുവാർത്ത വാർത്തയിലേക്ക് എത്തുമ്പോൾ ശബരിമല വാർത്ത. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. ശബരിമലയിൽ തിരക്കൊഴിയുകയാണ്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കി തുടങ്ങി. ശബരിമല സന്നിധാനത്ത് ഇന്നലത്തെ അപേക്ഷിച്ച് തിരക്ക് കുറവാണ്. ഇന്നലെ 97,619 പേരാണ് പോലീസിന്റെ കണക്ക് പറയാൻ 18 മണി കയറിയത്. അത് വിർച്വൽ ക്യൂ ബുക്കിംഗും മറ്റും ചേർത്തുള്ള കണക്കാണ്. പക്ഷേ ഇതിലധികം പേർ ഇവിടെ എത്താനുള്ള സാധ്യത പോലീസ് തന്നെ തള്ളിക്കളയുന്നില്ല. ഇന്നിപ്പോൾ വിർച്വൽ ക്യൂ ഏതാണ്ട് 80,000 താഴെ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു തിരക്കിലെ കുറവ് ഇവിടെയും നമുക്ക് അനുഭവപ്പെടാനുണ്ട്. രാവിലെ മുതൽ ഏതാണ്ട് മണിക്കൂറിൽ 4000-ലധികം അയ്യപ്പന്മാരെ 18-ാം പടി കയറ്റുന്നുണ്ട്. 18-ാം പടി കയറ്റുന്നതിന്റെ വേഗതയാണ് ഈ ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് തന്നെ ഉച്ചവരേക്ക് 45,000-ഓളം അയ്യപ്പന്മാർ ശബരിമലയിൽ എത്തി എന്നുള്ള കണക്കാണ് പോലീസ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ പമ്പയിലും നിലയ്ക്കലിലേക്കും ഒക്കെ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഇടത്താവളങ്ങളിലായിരുന്നു ഈ അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയിരുന്നത്. ഇന്ന് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ ഇല്ല. പക്ഷേ പമ്പ മുതൽ സന്നിധാനം വരെ അയ്യപ്പന്മാർക്ക് ഏറെ നിയന്ത്രണങ്ങളുണ്ട്. പ്രത്യേകിച്ച് മരക്കൂട്ടം കഴിഞ്ഞാൽ ഏറെ സമയമെടുത്ത് മാത്രമേ ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. പോലീസിന്റെ നിയന്ത്രണങ്ങളുണ്ട്. മിനിമം 6-7 മണിക്കൂർ കാത്തു നിൽക്കേണ്ട സാഹചര്യം തന്നെയാണ് പമ്പ മുതൽ സന്നിധാനം വരെ ഇപ്പോൾ ഇവിടെയുള്ളത്. ശരിയാണ് കൂട്ടം. திருவண்ணாமலை எந்த வரும்? திருவண்ணாமலை மாவட்டம். பிஸ்கட் எல்லாம் கொடுத்தாங்க சாமி. முன்னாடி இப்படி ரொம்ப சிரமமாகுது. ஓவர் கூட்டம். కాణికాలో రూపములు సల్లించే ఉన్నే సల్లించే ఉన్నా. How much time you are waiting? 11 hours from Pamba. పాత్రములు మరియు పూజా వస్తువులను ఈ సాయంత్రం 5 గంటలకు సన్నిధానం పక్కన ఉన్న భండారములు పెట్టి బహిరంగ అరాజు చేస్తున్నారు. ఈ అరాజులో భాగవహించే అభిలాషమున్న అయ్యప్ప భక్తులు 10 മണിക്കൂറിലെ സമയമാകും പോവുകയാണ് അല്ലേ? എന്താണ് വഴിയിൽ കുട്ടികളെ വല്ല സൗകര്യം കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ള തിരക്കുണ്ട്. ക്യൂ കോംപ്ലക്സ് നിൽക്കേണ്ടി വന്നു അല്ലേ? 6 അല്ലേ? മക്കൾക്ക് ഭക്ഷണം വെള്ളമൊക്കെ കിട്ടുന്നുണ്ടോ? ബിസ്ക്കറ്റ് കിട്ടി അല്ലേ? സ്വാമി ക്ഷീണിച്ചോ? മണികണ്ട സ്വാമി എവിടെ നിന്ന് വരുന്നു? ഒരുപാട് സമയമായില്ലേ? എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ് ഉള്ളത്? സാധാരണ 9 കയറിയപ്പോൾ 2 മണിക്ക് കയറി ഇവിടെ എത്തിയപ്പോഴത്തേക്കും ടൈമൊക്കെ ഞങ്ങൾ അത്രയും ലൈൻ എന്നിട്ടു 4-5 ലൈനൊക്കെ ഒരേപോലെ കയറ്റി വിടുന്നുണ്ട്. നമ്മളെ ലൈനൊക്കെ 8 പ്രാവശ്യമായിട്ടും കുറച്ച് അടിവാക്കമായിട്ട് കയറ്റി വിടുന്നു. ഇപ്പോൾ VIP ഒരാൾ വന്ന് അവരെ കയറി അവരെ കൊടുത്തിട്ട് കിട്ടുന്നവരെ അവിടെ വന്ന് വേഗം അടിക്കാനൊക്കെ നിന്ന് അവരെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇവിടെ വേറെ സമയം വീഡിയോ എടുത്തപ്പോൾ അതൊന്നും പ്രശ്നമില്ല. അല്ല അവരെ ഓടിച്ചു വിട്ടു. ഇപ്പോൾ VIP വന്നപ്പോൾ പോലീസുകാരൻ തന്നെ വീഡിയോ എടുത്തു കൊടുത്തു. ഒന്നും കുഴപ്പമില്ല. ഈ മരക്കൂട്ടം മുതലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാത്തു നിൽക്കേണ്ടി വന്ന്? പിടിച്ചിട്ട് 2.5 മണിക്കൂറോളം പിന്നെ അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അറിഞ്ഞിട്ട് തന്നെയാണ് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് അറിഞ്ഞിട്ട് തന്നെയാണ് അല്ലേ? പക്ഷേ കുറച്ചും കൂടിയൊക്കെ ഒരു ഫ്രീ ആവാം അല്ലേ? സമയം എടുക്കാം ഒരുപാട് സമയമായി. എപ്പോഴാണ് രാവിലെ പമ്പയിൽ നിന്ന് കയറിയപ്പോഴാണ്? 3 മണിക്ക് കയറിയതല്ലേ? 10 മണിക്കൂറാകാൻ പോകുന്നു അല്ലേ? 4 മണിക്ക് കയറിയതാണ്. 10 മണിക്കൂറിലെ സമയം എടുക്കേണ്ട അവസ്ഥയല്ലേ? നിങ്ങൾക്ക് ഭക്ഷണം വെള്ളം കിട്ടുന്നുണ്ടോ? വെള്ളം കിട്ടുന്നുണ്ട്. 10 hours. വൈകുന്നേരത്ത് തിരക്ക് അല്പം വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അതിനുള്ള മുന്നൊരുക്കങ്ങളും പോലീസ് ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വലിയ തിരക്കിലേക്ക് സന്നിധാനം വരും ദിവസങ്ങളിലേക്ക് എത്തും എന്ന് ഉറപ്പാണ്. കാരണം ക്രിസ്തുമസ് അവധി ദിവസങ്ങൾ വരാൻ പോവുകയാണ്. അത് മുന്നിൽ കണ്ടുള്ള ഒരുക്കങ്ങളും ഇവിടെ പുരോഗമിക്കുകയാണ്. KP ധനേഷിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18.
കാർഷിക കേരളം. വയനാട് ചേകാടിപ്പാടത്ത് ഇനി മുതൽ കൊയ്ത്തുത്സവത്തിന്റെ നാളുകളാണ്. പ്രതിസന്ധികൾക്കിടയിലും 300ഓളം ഏക്കർ പാടത്താണ് കർഷകർ വിളവെടുക്കുന്നത്. ചേകാടിയിലെ വിളഞ്ഞു നിൽക്കുന്ന ഈ നെൽവയലുകൾ സഞ്ചാരികൾക്കും മനോഹര കാഴ്ചയാണ്. വന്യമൃഗശല്യം അടക്കമുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചായിരുന്നു ചേക്കാടിയിലെ കർഷകർ നെൽകൃഷി ഇറക്കിയത്. പുൽപ്പള്ളി പഞ്ചായത്തിലെ 1-ാം വാർഡായ ചേക്കാടിപ്പാടം 3 ഭാഗവും വനത്താലും ഒരു ഭാഗം കബനി നദിയാലും ചുറ്റപ്പെട്ടാണ് കിടക്കുന്നത്. 300 ഏക്കറോളം വരുന്ന നെൽപ്പാടത്ത് ഗന്ധകശാല ഉൾപ്പെടെയുള്ള വിവിധ നെല്ലിനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. സുഗന്ധ നെല്ലിനമായ ഗന്ധകശാല കൃഷി ചെയ്യുന്ന ജില്ലയിലെ ഏറ്റവും വലിയ പാടശേഖരങ്ങളിൽ ഒന്നുകൂടിയാണ് ചേക്കാടി. നേരത്തെ നെല്ല് വിളവെടുപ്പിന് പാകമായിരുന്നെങ്കിലും വയലുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കൊയ്ത്ത് ഏറെ ദുഷ്കരമായിരുന്നു. വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗന്ധകശാല കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ചേകാടി. ഈ വർഷം കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും തൊഴിലാളികൾ കിട്ടാനില്ലെങ്കിലും ഈ കമ്പൈൻ ഹാർവസ്റ്റർ കൊണ്ട് കൊയ്യുന്നത് വളരെ ഗുണകരമാണ്. പിന്നെ നെല്ലും അത് യഥാസമയം നെല്ല് നമുക്ക് വേർതിരിച്ചെടുക്കാനാവും. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഗന്ധകശാലയുടെ വിളവെടുക്കാൻ യന്ത്രം കൊണ്ട് സാധിക്കില്ലെന്നതിനാൽ സ്ത്രീ തൊഴിലാളികളാണ് വിളവെടുക്കുന്നത്. കൊയ്ത്തുത്സവം ആരംഭിച്ചതോടെ വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടം കാണാൻ വിനോദസഞ്ചാരികളടക്കം നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. കൂടാതെ നെല്ലും വൈക്കോലും വാങ്ങാനും നിരവധി പേർ എത്തുന്നുണ്ട്. ന്യൂസ് 18 വയനാട്. വയനാട് ബേഗൂർ റേഞ്ചിന് കീഴിലെ ഓലിയോട് നിക്ഷിപ്ത വനത്തിൽ വീണ്ടും തേക്ക് നടാൻ വനവകുപ്പിന്റെ നീക്കം. നിലവിലുള്ള തേക്ക് മുറിച്ചുമാറ്റി സ്വാഭാവിക വനം പിടിപ്പിക്കാനെന്ന വ്യാജേന വീണ്ടും തേക്ക് നടാൻ നീക്കമെന്നാണ് ആരോപണം. ഇതിനെതിരെ ജനകീയ സമരത്തിനൊരുങ്ങുകയാണ് കർമ്മസമിതി. നോർത്ത് വയനാട് ഡിവിഷനിൽപ്പെട്ട തിരുനെല്ലി പഞ്ചായത്തിലെ ഓലിയോട് വനത്തിൽ 1965-ലാണ് സ്വാഭാവിക മരം മുറിച്ചുമാറ്റി തേക്ക് നട്ടത്. നിലവിൽ 30% കൂടുതൽ സ്വാഭാവിക മരങ്ങളും കാട്ടുചെടികളും വളർന്നു കഴിഞ്ഞു. സെലക്ഷൻ ഫില്ലിംഗ് നടത്തുന്നതോടെ നിലവിലെ സ്വാഭാവിക മരങ്ങൾ നല്ല ശതമാനം നശിക്കും. നിലവിലുള്ള തേക്ക് മുറിച്ചുമാറ്റി അവിടെ സ്വാഭാവിക വനം പിടിപ്പിക്കാനെന്ന വ്യാജേന വീണ്ടും തേക്ക് നടാനാണ് വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ ശ്രമം. വയനാട്ടിൽ ഏറ്റവും കൂടുതൽ തേക്ക് പ്ലാന്റേഷൻ ഉള്ളതും ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം അനുഭവിക്കുന്നതും തിരുനെല്ലി പഞ്ചായത്തിലാണ്. വീണ്ടും 10% എന്ന വ്യാജേന നടുന്ന തേക്കുകൾ കൂടി വളർന്നാൽ ഇന്നത്തേതിനേക്കാൾ നിബിഡമായ തേക്ക് തോട്ടമായി തീരുമെന്നാണ് കർമ്മസമിതിയുടെ പഠനം. ഒരു കാരണവശാലും വയനാട് ജില്ലയിൽ ഒരു സ്ഥലത്ത് തേക്ക് നടില്ല എന്ന് സർക്കാർ ഞങ്ങൾക്ക് ഉറപ്പ് വന്നിരിക്കുന്നു. ഏതാണ്ട് 10-25 വർഷത്തെ ശക്തമായ സമരത്തിന്റെ ഭാഗമായിട്ട് തീരുമാനമാണ്. വരണ്ടുണങ്ങിയ വയനാടാണ്. ഏറ്റവും കൂടുതൽ വരൾച്ച അനുഭവിക്കുന്ന തിരുനെല്ലി പഞ്ചായത്താണ്. ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം അനുഭവിക്കുന്ന തിരുനെല്ലി പഞ്ചായത്താണ്. വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ തകർന്നു തേക്ക് പ്ലാന്റേഷനെ കൊണ്ട്. തേക്ക് യുവക്കാരി അപകടകരമാണ്. ഒരു കാരണവശാലും ഞങ്ങൾ ഇനി അവിടെ ഒരു തേക്ക് നടാൻ സമ്മതിക്കില്ല. 70 സെന്റിമീറ്റർ വണ്ണത്തിൽ കൂടുതലുള്ള തേക്ക് മുറിച്ചുമാറ്റി 10% വീണ്ടും തേക്ക് നടുകയും ഇതോടൊപ്പം സ്വാഭാവിക മരങ്ങളും നടുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വനംവകുപ്പ് കർഷകരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിൽ അറിയിച്ചത്. തിരുനെല്ലി പഞ്ചായത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ 86 പേർ കൊല്ലപ്പെടുകയും 250-ൽ കൂടുതൽ ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇത്തരം പദ്ധതി 30% വനം നശിക്കാനും വന്യമൃഗശല്യം വർദ്ധിപ്പിക്കാനും കാരണമാകുമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. ന്യൂസ് 18 വയനാട്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി